അപ്പോൾ നമ്മുടെ യാത്രയിലാണ്. ഇവിടുന്ന് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ്, കുറഞ്ഞ കിലോമീറ്റർ ഒന്ന് ഓടിച്ചിട്ട് വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും വണ്ടിയൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ വണ്ടി വേണം നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ റൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലക്ഷറി വണ്ടിയിൽ നമ്മൾ യാത്രയാണ്. ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ ഏതൊക്കെ വണ്ടി വേണം എങ്ങനെയൊക്കെയാണെന്നാണല്ലോ നമുക്ക് ഇത് കണ്ടിട്ടും ഓടിച്ചിട്ടൊക്കെയാണല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ മാഷിനോട് ചോദിച്ചോക്കാം, മാഷാണ് വണ്ടി ഓടിക്കുന്നത്. മാഷ എങ്ങനെയുണ്ട് വണ്ടി? ഒരു രക്ഷയില്ല കേട്ടോ. പൊള്ളി തന്നെ പൊളി. ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണത്. അതല്ലേ, അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അതിന്റെ ഓണൊക്കെ നല്ല സൗണ്ട്, നല്ല രസമുണ്ട് സൗണ്ടൊക്കെ. പക്ഷെ ഇതിന്റെ പുള്ളിങ് ഉണ്ടല്ലോ, ഇത് ശരിക്കും ആ വണ്ടി ഒന്നും പറയില്ല ആണല്ലേ. അപ്പോൾ ഒരു അത്ഭുതകരമായ വണ്ടിയാണ്. നമുക്ക് എന്തായാലും ഇനി ഇവിടെ തിരിക്കാം അല്ലേ? ഇവിടെ തിരിക്കാം. യെസ്, നമുക്ക് തിരിച്ചിട്ട് ഈ വണ്ടിന്റെ ഫുൾ റിവ്യൂ ഒന്ന് കാണിച്ചു തരാം. അത്ഭുതമാണ് ശരിക്കും. എല്ലാവർക്കും സ്വാഗതം. ചോദിച്ചോണ്ടിരിക്കുക. അതാണ് മിഷൻ 1 റുപ്പി. ഇന്ന് നമ്മൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ബെൻസിൻ്റെ ഓപ്ഷനുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു 800-നെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞങ്ങളിത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ ഇവിടുന്ന് കണ്ടുപിടിച്ച ഒരു അല്ലെങ്കിൽ അപൂർവമായിട്ട് കണ്ടുവരുന്ന എല്ലാ ഫംഗ്ഷനോടും കൂടിയിട്ടുള്ള എന്നുവെച്ചാൽ 800 എന്ന് പറഞ്ഞാൽ ഒരു ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത പോലെ അപ്പുറത്ത് പോലും എന്താ പറയുക ഒരുപാട് ഓപ്ഷനും കൊണ്ട് ഒരു 800. നമുക്ക് 800-ൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒന്ന് കാണാം അല്ലേ, ഒരു കുഞ്ഞ വീഡിയോ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ 800-ന് എന്താ പ്രത്യേകത? എല്ലാ 800-നുള്ളതുപോലെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും വൈപ്പറും അല്ലേ, ഗ്ലാസും സൈഡ് മിററും എല്ലാം ഉണ്ട് അല്ലേ. എന്നാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ പുറത്തെന്തൊക്കെയുള്ളത് നോക്കാം. ഇതൊരു സെൻസറാണ്. ഈ സെൻസറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ വേറൊരു സെൻസറുണ്ട്. ഇത് നമുക്ക് വണ്ടികളുടെ അകലം, ഫ്രണ്ടിലുള്ള വണ്ടികളുടെ അകലം, ട്രാഫിക് ബ്ലോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി മുട്ടാതിരിക്കാൻ ഒരു സെൻസർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പകലൊക്കെ രാത്രിയൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ലൈറ്റിന് വേണ്ടി വേറൊരു കുഞ്ഞൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ഹെഡ്ലൈറ്റിന് പുറമെ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു സെൻസറാണ്. ഈ ഒരു സെൻസറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വണ്ടികളൊക്കെ രാത്രി പോകാൻ നേരത്ത് നമ്മളൊക്കെ ഡിമ്മടിച്ച് തരാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിമ്മാവും. ഡിമ്മും ബ്രൈറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അവൻ തന്നെ ആയിക്കോളും. എന്താ ഗുണം ഈ ഒരു സെൻസർ? ഇത് വലിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ അല്ലേ, ലക്ഷറി വണ്ടികൾക്ക് അധികം വരുന്നൊരു ഫംഗ്ഷനാണ്. പക്ഷേ നമ്മുടെ ഈ 800-ൽ 2005 മോഡൽ 800-ൽ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഫ്രണ്ടത്തെ ആ ഒരു പ്രത്യേകത കഴിഞ്ഞു. നമുക്കിനി സൈഡിലേക്ക് നോക്കാം. അലൈവിൽ കണ്ടോ, അലൈവിൽ എന്ന് പറഞ്ഞാൽ അടിപൊളി അതിമനോഹരമായിട്ടുള്ളൊരു അലൈവിൽ സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നിയമപ്രകാരം ചെയ്തിരിക്കുന്നതാണ്. സൈഡിലേക്ക് ഒരുപാട് പുറത്തേക്കും കാര്യങ്ങളൊന്നുമില്ല, നിയമപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, മിറർ നമ്മളെ സെന്നിൻ്റെ മിററാണ് എടുത്തിട്ടിരിക്കുന്നത്. നല്ല വൃത്തിയുണ്ട്, നല്ല വിഷ്വലുണ്ട്, ബാക്കിലൊക്കെ നല്ല വൃത്തിയായിട്ട് കാണുന്നുണ്ട്. ഇനി സൈഡിലുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ വണ്ടിക്കുള്ളതുപോലെ തന്നെ റെയിൻ ഗാർഡ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണേ. ഇത് വെച്ചിരിക്കുന്ന സംഭവം ഇത് എല്ലാവരും വീഡിയോയിൽ ചിലപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കായിരിക്കും. പക്ഷേ ഇത് കീറിയതല്ല കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ആ സാധനം അവിടെ വേണം, അതുകൊണ്ടാണ് അതവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ വ്യൂ എന്ന് പറഞ്ഞാൽ. ഇതിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല അല്ലേ, പക്ഷേ എന്നാലും ഒരുപാട് കാണാനുണ്ട് ഈ വണ്ടിയിൽ. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ സിസ്റ്റം നോക്കാം, സ്റ്റീരിയോ സിസ്റ്റം കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് കണ്ടോ, സാധാരണ നോർമൽ ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നോർമൽ വെച്ചാൽ പൈനറിൻ്റെ നല്ലൊരു സെറ്റ് തന്നെയാണ്.
ഇതൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് കേൾപ്പിക്കാം, കാണാം. ഇതിന് പ്രത്യേകത ഇത് സാധാ FM കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തും, ഇത് സാധാ നമ്മൾ പാട്ട് MP3 MP4 ഒക്കെ അതിൻ്റെ അകത്ത് വീഡിയോ പ്ലേ ചെയ്യും. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന വീഡിയോ ഇതാ ഇവിടെ സ്ക്രീനിൽ ഇവിടെ തെളിഞ്ഞു വരും. ഈ സ്ക്രീനിലൊരു പ്രത്യേകതയുണ്ട്, ഇത് വീഡിയോ കാണുകയും ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ അതും കാണാം. നമുക്കിതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന് അല്ലേ. അതിനുശേഷം അതാ ഇവിടെ നമുക്ക് മീറ്റർ, ഈ ചെറിയ കുഞ്ഞു മീറ്റർ എന്ന് വെച്ചാൽ ബാറ്ററീൻ്റെ ലെവൽ കാണിക്കാൻ വേണ്ടിയുള്ളൊരു സാധനം കേട്ടോ. നമുക്ക് ബാറ്ററി എത്രത്തോളം ഉണ്ട് അതിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനുള്ളൊരു മീറ്ററാണ്. അതുപോലെ ഇത് നോർമൽ നമുക്ക് ടൈമറാണ്, സമയം അറിയാൻ നമ്മൾ വാച്ച് നോക്കണ്ട, വണ്ടി തന്നെയുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ AC-ൻ്റെ 800-ൻ്റെ AC-യിൽ എത്രത്തോളം ഉള്ളിൽ ചൂടുണ്ട്, ഉള്ളിൽ തണുപ്പുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു സിസ്റ്റം വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഇവിടെ കണ്ടൊരു കുഞ്ഞൊരു സ്വിച്ച് കണ്ടോ, ഈ സ്വിച്ചിനാണ് പ്രത്യേകത ഭയങ്കരമായിട്ട്. നമ്മൾ സാധാരണ നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ ഇത് തുറക്കണമെങ്കിൽ ചാവി ഊരിക്കൊണ്ടുപോയി അവിടെ പോയിട്ട് ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ പറ്റുന്ന ആളെടുത്ത് താക്കോൽ കൊടുക്കണം. പക്ഷേ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇതാ ഈ സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാങ്കിൻ്റെ മൂടി തുറക്കും. നമുക്ക് അതും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് വണ്ടിയിലിരിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ച് പോകാൻ നേരത്ത് നമുക്ക് വണ്ടിയിൽ സാധാരണ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഓട്ടോമാറ്റിക് എല്ലാ ഡോറും ലോക്കാവും. അപ്പം നമുക്ക് ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ അൺലോക്ക് ആവും. ആ ബട്ടൺ തന്നെ ഞെക്കി കഴിഞ്ഞിട്ട് വീണ്ടും ലോക്കാവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. കണ്ടോ, നോക്കിക്കോ, ഇതാ ലോക്കായി, അൺലോക്കായി. അപ്പോൾ ഇതാണ് അതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇതാണ് അതിൻ്റെ പരിപാടി. പിന്നെ കുഞ്ഞൊരു ഫാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് AC ഫുൾ ടൈം ഉപയോഗിച്ചിട്ട് വെറുതെ നമുക്ക് എണ്ണയും കാര്യങ്ങളൊന്നും കളയൊന്നും വേണ്ട. ഫുൾ ടൈം ഇതാ ഈ വേണമെങ്കിൽ ഫാൻ ഇട്ടിട്ട് നമുക്ക് ഇതിങ്ങനെ സൂപ്പറായിട്ട് നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ റൈഡ് ചെയ്യാം. ഏത് പൊസിഷനിൽ വേണമെങ്കിലും തിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഒരുപാട് ഫങ്ഷൻ. പിന്നെ ഇതിൻ്റെ അടിയിൽ എന്താ സ്വിച്ച് ഉണ്ടല്ലോ, ആ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബാക്ക് വൈപ്പറിൻ്റെ സ്വിച്ചാണ് കേട്ടോ. ബാക്ക് വൈപ്പർ ഇടാനുള്ള സ്വിച്ചാണ്. അങ്ങനെ എല്ലാ പരിപാടിയും, ഒരു ലക്ഷറി വണ്ടിക്ക് വേണ്ടുന്ന എല്ലാ പരിപാടിയും നമ്മുടെ ഈ ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാറ്ററീൻ്റെ ലെവൽ കാണിക്കുന്ന മീറ്റർ കേട്ടോ. നമ്മുടെ ബാറ്ററി ഓക്കെ ആണോ, അടിപൊളിയാണോ, അല്ലെങ്കിൽ വീക്കുണ്ടോ, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണോ എന്ന് ഇത് അതിൻ്റെ അകത്ത് അറിയും. ഇപ്പോഴത്തെ 12 വോൾട്ട് ബാറ്ററി കാണിക്കുന്നുണ്ട്. ഇത് റൈഡ് ചെയ്യാൻ നേരത്ത് ഇത് കൂടും. വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ റൈഡ് ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക് ഇത് കൂടും. കൂടി കണ്ടോ, ഇത് വണ്ടിയിലേക്ക് ചാർജിങ് തുടങ്ങി, ഡൈനാമോ വർക്ക് ചെയ്യാൻ തുടങ്ങി, ചാർജിങ് തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ കാണിക്കും. അപ്പോൾ ബാറ്ററി ഓക്കെ ആണോ, ബാറ്ററീൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് അത് അതിനകത്തൊക്കെ അറിയാം. പിന്നെ ഇത് സെൻസർ ഇത് അവിടെ നമ്മൾ കണ്ടില്ലേ, ഫ്രണ്ടിലും ബാക്കിലൊക്കെ നിറച്ച സെൻസറാന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ട് സെൻസറിൻ്റെ പിന്നെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഫ്രണ്ടിൽ ഒരാൾ അതിൻ്റെ ഡിസ്റ്റൻസ് മനസ്സിലാവാനായി, പ്രത്യേകിച്ച് ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ വണ്ടി തട്ടോ ഇല്ല എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി ഇതാ ആൾ ഫ്രണ്ടിൽ വന്നു കേട്ടോ. ഒരാൾ ഫ്രണ്ടിൽ വന്നു, ആ ഫ്രണ്ടിൽ വന്നപ്പോൾ ഇത് BP അടിക്കാൻ തുടങ്ങി. കണ്ടോ, അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ വണ്ടി ഫ്രണ്ടിൽ തട്ടാതിരിക്കാൻ ഉള്ളൊരു വഴിയും കൂടിയാണത്. അപ്പോൾ ഇനിയുള്ളൊരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫ്രണ്ട് സെൻസർ കണ്ടു, ഇനി ബാക്കത്തെ സെൻസർ വർക്ക് ചെയ്യുന്നതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്പീക്കർ വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഒരുപാട് അടുത്ത് വന്നു വെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പറയുന്ന ഒരാൾ, ഒരു ചേച്ചി ഇരുന്ന് പറയുന്നുണ്ട് സ്റ്റോപ്പ് എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ബീപ്പ് സൗണ്ട് മാത്രമല്ല, നിർത്താൻ പറയാൻ ഈ വണ്ടിക്കും അറിയാം. സിസ്റ്റം നേരത്തെ കാണിച്ചു. ഇനി അതിൻ്റെ വർക്കിംഗ് നോക്കാം എങ്ങനെയുണ്ടെന്ന്, എങ്ങനെയൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന്. ഇതിപ്പോൾ നോർമൽ FM അല്ല തുറന്നേ. ഇതാ ഇപ്പോൾ FM വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ നോർമൽ സ്പീക്കറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇതിന് നമുക്ക് സബിലേക്ക് മാറ്റാൻ പറ്റുമോ? ചെറിയൊരു സബ്ബൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ആ സ്വിച്ച് അങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാ വർക്കിംഗ് മാറി. എത്രത്തോളം ഇത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയത്തില്ല, പക്ഷേ വർക്കിംഗ് മാറി സബ്. ഇനി ഇതിനെ നമുക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? USB oks2 ആണ്. എന്നിട്ട് അവിടെ സൈഡിൽ വേറെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ സ്ക്രീൻ തെളിഞ്ഞു. ഈ സ്ക്രീനിൽ ഇനി നമ്മൾ ആ പെൺഡ്രൈവിലുള്ള സാധനങ്ങൾ ഇവിടെ വീഡിയോ ആയിട്ട് അങ്ങ് വരും. നോക്കിയോ, ഇതാ വന്ന. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് വെയിലായതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തതാണ്.
നല്ല ക്ലാരിറ്റിൻ്റെ അത്യാവശ്യം സൈസിലൊരു ഒരു അതെ ഡിവൈസാണ്. ഇനി സ്പോട്ടിൽ തന്നെ നമ്മൾ റിവേഴ്സ് ഇടുകയാണെങ്കിൽ, റിവേഴ്സ് ഗിയർ ഇടുകയാണെങ്കിൽ നോക്കിക്കോ, ഒരു റിവേഴ്സ് ക്യാമറയായി കണ്ടോ. റിവേഴ്സൊക്കെ നല്ല അടിപൊളി പക്ക ക്ലാരിറ്റിയാണ്. റിവേഴ്സ് പക്ക ക്ലാരിറ്റി. വണ്ടി ഓടിക്കാനാണെങ്കിൽ അതിനേക്കാട്ടിൽ സ്മൂത്താണ് എല്ലാം കൊണ്ട് കേട്ടോ. നമുക്ക് ബോണറ്റിനുള്ളിലെ കാഴ്ചകൾ കാണാം. നമുക്ക് ബോണറ്റ് തുറക്കാൻ പോവാണേ. ഈ ബോണറ്റ് തുറക്കുന്നതിൻ്റെ നിങ്ങളൊരു സംഗതി ശ്രദ്ധിച്ചോ, ഈ വണ്ടി തട്ടിയിട്ട് മുട്ടിയിട്ടുള്ള വണ്ടികളാണെങ്കിൽ ബോണറ്റ് തുറക്കുമ്പോൾ തെറിക്കില്ല, ജസ്റ്റ് അങ്ങനെ ഇരിക്കുള്ളൂ. ഇത് കണ്ടല്ലേ ഒറ്റ തെറിക്കിലങ്ങ് തെറിച്ച് സ്പ്രിങ്ങിന്ന്. വണ്ടീൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. ഇത് പക്ക വണ്ടിയാണ്, ഒന്നും സംഭവിക്കാത്തൊരു വണ്ടിയാണ്. 2005 മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് MPF എഞ്ചിനാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് വേറൊരു സിസ്റ്റം ചെയ്തിരിക്കുന്നത് വെച്ചാൽ പവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നോർമൽ ബ്രേക്കായിരുന്നു, ഇപ്പോൾ ഒരു ഓയിൽ ബ്രേക്ക്, അതായത് പവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല സുഖം തന്നെയാണ് കേട്ടോ. ബ്രേക്കിങ് നല്ല ഇതാണ്. പിന്നെ ഇത് നമുക്ക് രാത്രി എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതവിടെ ചെറിയൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലൈറ്റ് കത്തും. പിന്നെ എക്സ്ട്രാ ഹോണുണ്ട്. ഈ ഹോണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അടിച്ചാൽ മതി. ട്രാഫിക്കൊന്നും കാര്യങ്ങളൊന്നും അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്വിച്ച് വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു എയർ ഹോണുണ്ട്. അതുപോലെ ഇതിൻ്റെ നോർമൽ ഹോൺ ഇതിനകത്ത് വേറെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിന് നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ സെൻസർ, അതായത് ഈ സെൻസർ വർക്ക് ചെയ്യുന്നില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. ഈ സെൻസർ വർക്ക് ചെയ്യുന്നതിൻ്റെ സെൻസർ ബോർഡും കാര്യങ്ങളും പാക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ വൃത്തിയായിട്ട് സൂപ്പറായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിരവധി ഫംഗ്ഷനുള്ള ഒരു അത്ഭുതകരമായ ഒരു 800. ഇനി നമ്മൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ ഇറങ്ങി പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അല്ലേ. വണ്ടി ഗ്ലാസ്സൊക്കെ തുറന്ന് നടക്കുകയാണേ. വണ്ടി ലോക്ക് ചെയ്തു. ഇതാ ആശാൻ കയറി പോകുന്നുണ്ടോ, അത് കയറിപ്പോയി. അത് അപ്പുറ സൈഡിലും കയറിപ്പോയി. ഇതാണ് നമ്മുടെ 800 അല്ലേ. ഒരുവിധം എല്ലാ ഫങ്ഷനും ഉള്ള ഒരു കുഞ്ഞൻ 800. ഫങ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു 800 പക്ഷേ വലുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ കുഞ്ഞ് 800 അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത്ഭുതകരമായിട്ട് ഉള്ള അടിപൊളി വണ്ടി അല്ലേ. ഒരു ലക്ഷറി തന്നെയാണ് ശരിക്കും അല്ലേ. കുഞ്ഞ വണ്ടിയാണെന്നുള്ളത് പക്ഷേ ലക്ഷറിയാണ്. അടിപൊളി സീറ്റുകൾ അടിപൊളിയാണ്. സ്റ്റിയറിങ് നല്ല സ്മൂത്താണ്. അലൈവീലുണ്ട്. അതുപോലെ സെൻറ്റർ ലോക്കിങ്, ഓട്ടോമാറ്റിക് സെൻസറുണ്ട്. അങ്ങനെ നിരവധി ഫംഗ്ഷനോട് കൂടിയിട്ട് നല്ലൊരു സൂപ്പർ 800 അല്ലേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. നമ്മുടെ ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.